അല്ല, അങ്ങനെ ദൃശ്യങ്ങൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഒന്നിൽ കൂടുതൽ വനിതാ കൗൺസിലർ, ഇപ്പോൾ അർച്ചന മണിയുണ്ട്, ആശുപത്രിയിലേക്ക് പോയിട്ടുണ്ട്, പെയിനെന്ന് കരുതി പറഞ്ഞ് പോയിട്ടുണ്ട്, ഒന്നിൽ കൂടുതൽ പേർ പോയിട്ടുണ്ട്. ഒരു കാരണവശാലും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കൗൺസിലർമാരൊക്കെ തന്നെ ജനങ്ങൾ തിരഞ്ഞെടുത്ത് വിട്ടിരിക്കുന്നത് അവരുടെ ജനങ്ങളുടെ കാര്യങ്ങൾ നിർവഹിക്കുവാനാണ്. ഇത്തരത്തിലുള്ള സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. സ്വാഭാവികമായിട്ടും പ്രതിഷേധ പ്രകടനം നടത്തും, ആഹ്ലാദ പ്രകടനം നടത്തും, മുദ്രാവാക്യം വിളിക്കും. ഇതൊക്കെ തന്നെ ജനാധിപത്യത്തിൽ മര്യാദയ്ക്ക് നിരക്കുന്ന തരത്തിൽ നമ്മളെല്ലാവരും ചെയ്യാറുണ്ട്, ചെയ്യണം. പക്ഷേ പരസ്പരം ഹാജർ ബുക്ക്, ഏറ്റവും ആധികാരിക രേഖയായിട്ടുള്ള ഹാജർ ബുക്ക് ഒപ്പിടാൻ കൊടുത്താൽ ഞാൻ ഒപ്പിട്ടിട്ട് തിരികെ നൽകുക എന്നുള്ളതിലപ്പുറം അതിനെ വച്ചിട്ട് ഒരു ആയുധമാക്കി എടുത്തുകൊണ്ട് കളവായ വിവരങ്ങൾ എന്തിനാണ് പറയുന്നത്? അത്ര എടുത്ത് അതെല്ലാവർക്കും കാണുന്നതല്ലേ. ഞാൻ എന്തോ കണ്ടുപിടിച്ചു, അതിലെന്താ ഉള്ളത്? അതിലെല്ലാവരുടെയും ഒപ്പ് രേഖകളുണ്ട്. ഇത് കേസ് മാറ്റിലുള്ളതല്ലേ. അപ്പോൾ അവിടെ നിന്നാണ് ഈ പ്രതിസന്ധികൾ ആരംഭിച്ചത്. അങ്ങനെ ഒരു യോഗത്തിനെ, ഒരു നഗരസഭയുടെ ഫ്ലോറിനെ അങ്ങനെ ദുരുപയോഗം ചെയ്യാമോ? അവിടെ നിന്നല്ലേ ഈ പ്രതിസന്ധി ഉണ്ടായ? അവിടെ നിന്നല്ലേ എല്ലാ പേർക്കും ഈ അജണ്ട മുഴുവനും ചർച്ച ചെയ്യാൻ എത്ര മണിക്കൂറോളം സമയം കൊടുക്കാമെന്ന് പറഞ്ഞല്ലോ. UDF മന്ത്രിസഭയിലെ ഒരു മന്ത്രി അഭിനന്ദിച്ചുകൊണ്ടല്ലേ ഈ കൗൺസിൽ തുടങ്ങിയത്, ഈ കൗൺസിൽ യോഗം. ഈ കോർപ്പറേഷൻ ഭരിക്കുന്ന പാർട്ടിയും ആ മന്ത്രിയുടെ പാർട്ടിയും തമ്മിൽ ആശയപരം ഒരിക്കലും യോജിക്കാത്ത പാർട്ടികളല്ലേ. പക്ഷേ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കാര്യത്തിന് അഭിനന്ദിച്ചുകൊണ്ട് ആണ് ഞങ്ങൾ പറഞ്ഞത് തുടങ്ങിയത് ഈ കൗൺസിൽ യോഗം. അത് രേഖകളുണ്ടാവില്ലേ? അങ്ങനെ തുടങ്ങി എല്ലാവർക്കും അവസരം ഉണ്ടായിരുന്ന കാര്യം അങ്ങനെയാണ് സംഭവിച്ചത്. തയ്യാറുണ്ട്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മുനിസിപ്പൽ ആക്ട് അനുസരിച്ച് അതിൻ്റെ അപേക്ഷ തരുമ്പോൾ 34 കൗൺസിലർമാരുടെ ഒപ്പ് വേണം. ഇവർ ഇന്നുവരെ 34 കൗൺസിലർമാരുടെ ഒപ്പിട്ടൊരു പേപ്പർ എനിക്ക് തന്നിട്ടില്ല. നിങ്ങൾ മാധ്യമപ്രവർത്തകർ മുൻകൈ എടുത്ത് ഒരു തവണയെങ്കിലും 34 കൗൺസിലർമാരുടെ ഒപ്പിട്ടൊരു പേപ്പർ വാങ്ങിച്ചു തരൂ. ഇന്നിരിക്കുന്നതിൽ ഏതെങ്കിലും ഒരു മാധ്യമപ്രവർത്തനം ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ട് വിളിച്ചെന്നാൽ ഞങ്ങൾ അടുത്ത ദിവസം ഡേറ്റ് കൊടുക്കാം. കൗൺസിൽ യോഗം വിളിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ ഒരു 20 പേര് ഒപ്പിട്ട ഒരു കത്ത് വെച്ച് കൗൺസിൽ യോഗം വിളിച്ചു കഴിഞ്ഞാൽ മേയർ നടത്തുന്നത് ചട്ടവിരുദ്ധ പ്രവർത്തനമല്ലേ. ഒന്നുകിൽ എനിക്ക് മുനിസിപ്പൽ ആക്ട് അറിയില്ലെന്ന് പറയും. 20 പേര് ഒപ്പിട്ടൊരു പെറ്റീഷൻ തന്നാൽ വിളിക്കാൻ പറ്റില്ലെന്ന് ഇവർക്ക് മനസ്സിലാക്കണ്ടേ? എന്നിട്ടെന്താ നിങ്ങൾ മാധ്യമപ്രവർത്തകരൊക്കെ തെറ്റിദ്ധരിപ്പിക്കുക, ഞങ്ങൾ കൊടുത്തിട്ട് വിളിച്ചില്ല എന്ന്. ഞാൻ ഇനി പറയാം, ആദ്യം കൊണ്ടുവന്ന കത്തിൽ ഒറ്റ ഒപ്പേ ഉള്ളൂ. മുനിസിപ്പൽ ആക്ട് വല്ലപ്പോഴെങ്കിലും വായിക്കണ്ടേ? ആ ലെറ്ററിൽ ഇവിടെ റിപ്പോർട്ട് അത് പുറത്ത് കാണിച്ചില്ലെന്നേ ഉള്ളൂ. പിന്നെന്താ തെറ്റിദ്ധാരണ നിങ്ങളുടെ ഇടയിൽ പരത്തിയത്? സുഗതൻ 2 കൗൺസിലിൽ ഒപ്പിട്ടില്ല. ഇലക്ട്രോണിക് എവിഡൻസ് ഉണ്ടല്ലോ, കേസ് മാറ്റിലുണ്ടല്ലോ, രജിസ്റ്റർ ബുക്ക് മേയർ സെക്ഷനിൽ ഇരിക്കുന്നതാണ്, സമ്മതിച്ചു. കേസ് മാറ്റിലുണ്ടല്ലോ, അത് പരിശോധിക്കട്ടെ. സുഗതൻ 2 കൗൺസിൽ ഒപ്പിട്ടില്ലെന്നല്ലേ മാധ്യമങ്ങളോടൊക്കെ തന്നെ LDFിൻ്റെ പാർലമെൻ്ററി പാർട്ടി ലീഡർ പറഞ്ഞുകൊണ്ടിരുന്നത്? അത് കളവായ കാര്യമല്ലേ? അങ്ങനെ മാധ്യമ സമൂഹത്തെ ധരിപ്പിക്കാമോ? അതുകൊണ്ടല്ലേ ഇന്നത്തെ കൗൺസിൽ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്നത്. 3ാമത്തെ കൗൺസിൽ അദ്ദേഹം വന്നില്ല, ഇന്ന് അയോഗ്യനാവുകയാണ്. നാളെ രാവിലെ 10 മണിക്ക് ഭരണസമിതി ഭൂരിപക്ഷം നഷ്ടപ്പെടുകയാണ്. ഒന്നും സംഭവിച്ചിട്ടില്ലോ. പത്തൊൻപത് ചെയ്യില്ല, ജയിലിൽ കിടക്കുന്ന ആളിനെ ഞാനും അങ്ങ് വിചാരം സത്യപ്രതിജ്ഞ ചെയ്യാൻ പറ്റൂ? അത് ചോദ്യത്തിനൊരു കോമൺ സെൻസ് വേണ്ടേ? ഇപ്പോൾ ജയിലിൽ ഒരു നിയമം അനുസരിച്ചുകൊണ്ട് ജയിലിൽ കിടക്കുന്ന ഒരു വ്യക്തിക്ക് അതിനകത്തുകൂടെ സത്യപ്രതിജ്ഞ ചെയ്യാൻ പറ്റുമോ? അതിന് കോടതിയെ സമീപിക്കും. ഇതിനൊക്കെ ഇനി പ്രസക്തിയില്ല. ഇന്ന് 2.5 വരെ ഉണ്ടായിരുന്നു. ഇന്നത്തെ ഈ സംഭവത്തിൽ പോലീസിൽ പരാതി നൽകാനോ എന്തെങ്കിലും നടപടി സ്വീകരിക്കാനോ ഉയർന്ന നിലയ്ക്ക് ആലോചിക്കുന്നുണ്ടോ? നോക്കട്ടെ, ബാക്കിയെല്ലാം പരിശോധിച്ചതിന് ശേഷം പറയാം. ബാക്കിയെല്ലാം എന്തേ അതെ, പലതരത്തിലുള്ള വിഷ്വൽസ് വന്നിട്ടുണ്ട്. എല്ലാം പരിശോധിക്കട്ടെ. ഓരോ മാധ്യമങ്ങളും ഓരോ വിഷ്വൽസാണ് വന്നിട്ടുള്ളത്. അതെല്ലാം പരിശോധിക്കും. എനിക്ക് ഒറ്റയടിക്ക് ഇപ്പോൾ കൗൺസിൽ യോഗം കഴിഞ്ഞിട്ട് മിനിറ്റുകളിലേ ആയുള്ളൂ. ഞാൻ പരിശോധിക്കട്ടെ, പറയാം. അങ്ങനെയല്ല അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞില്ല, അതൊക്കെ നിങ്ങൾ പറയുന്നതാണ്. ഷർട്ട് ചെമ്പഴം ചോദിച്ചാൽ നേരിട്ട് വന്നു, അദ്ദേഹത്തിൻ്റെ ഷർട്ട് വലിച്ച് കയറിയിട്ടുണ്ട്, അദ്ദേഹത്തിന് ഭയങ്കര നന്നായിട്ട് നെഞ്ച് വേദനയുണ്ട്, അദ്ദേഹം ആശുപത്രിയിൽ പോയിരിക്കുകയാണ്. പരിശോധിക്കട്ടെ, എല്ലാ കാര്യങ്ങളും പരിശോധിക്കട്ടെ. അല്ല, അങ്ങനെയൊന്നുമുള്ള കാര്യങ്ങൾ ഉണ്ടാകാൻ പാടില്ല, അത് അനുവദിക്കാനും പാടില്ല. ഈ നിങ്ങൾ രജിസ്റ്റർ ബുക്ക് വാങ്ങിയിട്ട് ഒപ്പിട്ടിട്ട് തിരിച്ചു കൊടുക്കാതെ അവിടെ അതിനെ നശിപ്പിക്കുവാൻ വേണ്ടി നടന്ന പ്രവർത്തനത്തെക്കുറിച്ച് അത് മാധ്യമപ്രവർത്തകർ അക്കാര്യങ്ങൾ ശ്രദ്ധിക്കണം. രേഖകൾ നശിപ്പിച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ, ഇപ്പോൾ ഒരു ഭരണസമിതി മാറിയാലും ഈ രേഖകളൊക്കെ ഇവിടെ വേണ്ടേ? അതാണ് വേറൊരു വനിതാ കൗൺസിലർ മുഖം അവർ വളരെ വലിയ പെയിനാണെന്ന് പറഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ട്. ചൂടുവെള്ളം
വിഷ്വലുണ്ട് അതിൻ്റെ ചൂടുവെള്ളം എടുത്ത് മുഖത്ത് ഒഴിക്കുന്നത്. വിഷ്വലിനിപ്പോൾ ചൂടാണെന്ന് അറിയാൻ പറ്റില്ല. അവിടെ വെച്ചാൽ ചൂടുവെള്ളമാണ്. നിങ്ങളിപ്പോൾ അതങ്ങനെ പറഞ്ഞു വരും. വീണ ആളാണ് പറഞ്ഞത് തിളച്ച വെള്ളം വരുന്നത്. ഓക്കെ, ബാക്കി നമുക്ക് കാണാം. പിന്നെ വേറൊരു കാര്യം, നിങ്ങൾ മൈക്ക് പഠിക്കില്ലേ, ഈ രജിസ്റ്റർ കൊടുത്ത ജീവനക്കാരനുണ്ട്, ഇവിടുത്തെ ജീവനക്കാരൻ, അദ്ദേഹമാണ് കൊടുത്തത്. എന്താ സംഭവിച്ചത് പറഞ്ഞാൽ മതി. ഇങ്ങോട്ട് നിങ്ങൾ എന്താ സംഭവിച്ചത് രജിസ്റ്റർ, നിങ്ങൾക്ക് സംഭവിച്ചത് നിങ്ങൾ പറഞ്ഞു. ഞാൻ ഒപ്പിടാൻ വേണ്ടി കൊടുത്തിരുന്ന സമയത്ത് ഷിബ പാർട്ടിക് എന്ന കൗൺസിൽ എൻ്റെ പിടിച്ച് നിർബന്ധമായിട്ട് പിടിച്ചു വാങ്ങിച്ചതിന് ശേഷം ശബരിനാഥ് കൗൺസിലടുത്ത് കൊടുത്തു. അദ്ദേഹമാണ് ഇത് എല്ലാവരെയും കാണിച്ചു തരുന്നത്. നിങ്ങൾ തിരിച്ചു വെച്ചപ്പോൾ എന്താ പറഞ്ഞത്? തിരിച്ചു വെച്ചാൽ മിണ്ടരുതെന്ന് പറഞ്ഞു. ഒരു മിനിറ്റ് നിങ്ങൾ തിരിച്ചു വെച്ചപ്പോൾ എന്താ പറഞ്ഞത്? മിണ്ടരുതെന്ന് പറഞ്ഞു. ആര്? ശബരിനാഥ് കൗൺസിലർ പറഞ്ഞ് മിണ്ടായിരിക്കുക അവിടെ എന്ന് പറഞ്ഞു. ഷിബ പാർട്ടി കൗൺസിലർ കൊടുത്തതല്ല, ഒപ്പിടാൻ വേണ്ടി വാങ്ങിച്ചിട്ട് നിർബന്ധമായിട്ട് തരാതെ പിടിച്ചു. ഞാൻ വേറെ ആൾ ചോദിച്ചപ്പോൾ തന്നില്ല. അതിനുശേഷം ആ കൗൺസിലർ ശബരിനാഥ് കൗൺസിലർ എടുത്ത് അത് ഫോർവേഡ് ചെയ്തു. പിന്നെ എൻ്റെ കയ്യിൽ കിട്ടിയില്ല. അദ്ദേഹത്തിന്റെ കിട്ടിയില്ലല്ലോ. ഞാൻ വാങ്ങി പല പ്രാവശ്യം അപ്പോഴാണ് പറഞ്ഞത് മിണ്ടായിരിക്കുന്നു പറഞ്ഞിട്ടുണ്ട്. അല്ല, ആരാ പറഞ്ഞ മിണ്ടായിരിക്കാനായിട്ട്? ശബരിനാഥ് കൗൺസിലർ. അതായത് യൂസുഫ് വർഷങ്ങളായി ഇവിടെ ജോലി ചെയ്യുന്ന ജീവനക്കാരനാണ്. ഞാൻ മേയർ ആവുന്നതിന് മുമ്പ് തന്നെ യൂസുഫ് എൻ്റെ സെക്ഷനിലുള്ള ആളാണ്. ഞാൻ മേയർ സെക്ഷനിൽ നിന്ന് ആരെയും മാറ്റിയിട്ടില്ല. അങ്ങനെ 1-2 പേരെ കൂടെ സഹായിക്കാൻ വേണ്ടി വച്ചെന്നേ ഉള്ളൂ. യൂസുഫിനെയൊക്കെ ഇവിടെ നിർത്തിയിരിക്കുന്നത് അജണ്ട കൊണ്ട് കൊടുക്കുക, ഈ അറ്റൻഡൻസ് രജിസ്റ്റർ രേഖകൾ, ഇതൊക്കെ ഇവർ വർഷങ്ങളായി ചെയ്യുന്നവരായതുകൊണ്ട് അവർക്ക് ഓരോ കൗൺസിലർമാരെയും വീടറിയാം, അജണ്ടകൾ വീട്ടിലേക്ക് എത്തിക്കുന്ന. അങ്ങനെ ഇവിടെ നേരത്തെ ഉണ്ടായിരുന്ന ജീവനക്കാർ തന്നെയാണ് ഇവരൊക്കെ. ഞങ്ങൾ കഴിഞ്ഞ ടൈമിൽ പ്രതിപക്ഷത്തായിരുന്നപ്പോൾ യൂസുഫ് ഉൾപ്പെടെയുള്ള രജിസ്റ്റർ ഞങ്ങൾ തരുന്നത്, ഞങ്ങളുടെ വീട്ടിൽ അജണ്ട കൊണ്ടുവരുന്നത്. ഞങ്ങൾ ഒപ്പിട്ടിട്ട് ഒന്നുകിൽ അടുത്ത ആളിന് കൊടുക്കും, അല്ലെങ്കിൽ അവരെ തിരിച്ചു കൊടുക്കും. ഇത് ബലപ്രയോഗത്തിലൂടെ വാങ്ങുക, തിരിച്ചു കൊടുക്കാതിരിക്കുക. അപ്പോൾ കൂടുതൽ വന്നു കഴിഞ്ഞാൽ ഇത് അന്വേഷണം വരുമ്പോഴേക്കും ആ ജീവനക്കാരനല്ലേ ബാധിക്കുന്നത്. ഇന്നത്തെ ഈ മാധ്യമങ്ങൾ ഉണ്ടായിരുന്നുകൊണ്ട് പ്രശ്നമല്ല. ഓക്കെ.